ട്രംപിന്റെ അഹങ്കാരം ഇതോടെ തീർന്നു. ട്രംപിന് ഇനി ഇതിലും വലുത് വരാനില്ല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അയ്യോ കഷ്ടമാണ്. ഇറാനെ തീർക്കാൻ നോക്കിയ ട്രംപിന് യാതൊരു കാരണവശാലും ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറാൻ കഴിയാതെ നിൽക്കുകയാണ് ട്രംപ്. ഇറാന്റെ നിബന്ധനകൾക്ക് മുന്നിൽ അവസാനം മുട്ടുമടക്കേണ്ടി വന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുന്നതിന് പകരമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, അതായത് ഇറാനുമായിട്ടുള്ള ആണവ കരാർ പുനഃസ്ഥാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഇറാൻ മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകൾ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുന്നത്. അതായത് മധുരച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയാണ് ട്രംപിനുള്ളത്. ഒന്നാമത്തേത്, ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നഷ്ടപരിഹാരമാണ്. അതായത് ഇറാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ന്യായമാണ്. അനാവശ്യമായിട്ട് ഒരാളുടെയും അധികമോ അല്ലെങ്കിൽ അത്യാഗ്രഹമോ ഒന്നും തന്നെ ഇറാൻ കാണിക്കുന്നില്ല. അവരുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നഷ്ടപരിഹാരം. ഉപരോധങ്ങൾ മൂലം തങ്ങൾക്കുണ്ടായ ശതകോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം അമേരിക്ക നികത്തണം. ഇനി രണ്ടാമത്തേത് സൈനിക പിന്മാറ്റം. അതായത് പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായിട്ട് പിൻവലിക്കണം. ഇനി മൂന്നാമത്തത് ഉപരോധങ്ങൾ നീക്കൽ. ഇറാനെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാത്തര സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങളും അമേരിക്ക അടിയന്തരമായിട്ട് പിൻവലിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞു വന്ന ഈ ഹോർമുസ് കടലിടുക്ക് പാത ഇറാന്റെ ഒരു വജ്രായുധമാണ്. ആ പാതയ്ക്ക് മേലുള്ള ഇറാന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്ന ഒരു ശക്തമായിട്ടുള്ള ആയുധമാണെന്ന് അമേരിക്ക മനസ്സിലാക്കി. ഇനി ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ പരസ്യമായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ ദീർഘകാലം നീണ്ടു നിൽക്കാവുന്ന ഒരു ആണവ കരാറിനായുള്ള കടുത്ത വാശി ഉപേക്ഷിക്കാൻ ട്രംപ് ഇപ്പോൾ തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇത് കാരണമാണ് സൂചിപ്പിക്കുന്നത്. ഇനി കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ട് തുറന്നു കിട്ടുക എന്നതിനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. പ്രമുഖ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരുമായിട്ട് അടച്ചിട്ട മുറിയിൽ രഹസ്യ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. പുതിയ ഒരു ആണവ കരാർ ഇല്ലാതെ തന്നെ തനിക്ക് ഈ വിഷയം അവസാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ട്രംപ് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയതായിട്ടാണ് സൂചന. അമേരിക്കയിൽ ഏതാനും മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന ഈ നിർണായകമായിട്ടുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പാണ് ശരിക്കും ട്രംപിനെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം കാരണം US-ൽ ഇന്ധനവില വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന ജനരോഷം ട്രംപിന്റെ പാർട്ടിയുടെ വിജയ സാധ്യതകളെ ബാധിക്കുമെന്ന ഭയം ഭരണകൂടത്തിനുണ്ട്. പശ്ചിമേഷ്യയിലെ വലിയൊരു സൈനിക നടപടിയിൽ നിന്ന് തങ്ങൾക്ക് മാന്യമായിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു പശ്ചാത്തലമായിട്ടാണ് ട്രംപ് ഇതിനെ കാണുന്നത്. എന്തായാലും തങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചു എന്ന് പ്രഖ്യാപിച്ച് നിലവിലെ വെടിനിർത്തൽ നീട്ടുന്നതിനും സൈനിക പിന്മാറ്റത്തിനും പ്രാഥമിക അടിസ്ഥാനമായിട്ട് ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ ട്രംപ് സ്വീകരിച്ചേക്കാം. തങ്ങളെ സാമ്പത്തികമായിട്ട് തകർക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് മുന്നിൽ ഇനി അവസാനത്തേത് സ്വത്തുക്കൾ വിട്ടു നൽകലാണ്. അമേരിക്കയും സഖ്യകക്ഷികളും മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് സ്വത്തുക്കളും തിരികെ നൽകണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇറാൻ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ വിട്ടുവീഴ്ച ശരിക്കും അമ്പയെ പരാജയപ്പെടുന്നതാണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധവും ഉപരോധങ്ങളും പലപ്പോഴും ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് മാറാറുണ്ട് എന്നതാണ് നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി വ്യക്തമാക്കുന്നത്. ഇറാനെ സാമ്പത്തികമായിട്ട് തളർത്താൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ആഗോള എണ്ണ വിപണിയെയും അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെയും ഒരേപോലെ ബാധിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടുകൾ മാറുന്നത്. മാത്രമല്ല പശ്ചിമേഷ്യയിലെ പൂർണ്ണമായിട്ടുള്ള ഒരു സൈനിക പിന്മാറ്റവും കടുത്ത നിബന്ധനകളും പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദവുമുണ്ട്. അതേസമയം മേഖലയിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് തന്നെ കാരണമാകുമെന്നതിനാൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക നിർബന്ധിതരാകുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗളത്തിൽ കടുത്ത ഉപരോധങ്ങളും തന്ത്രപരമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളും എങ്ങനെയാണ് വലിയൊരു മഹാശക്തിയെ പോലും പ്രതിരോധത്തിലാക്കുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് നിലവിലെ ഇറാൻ അമേരിക്ക പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഇറാനെ സൈനികമായും സാമ്പത്തികമായിട്ടും പൂർണ്ണമായിട്ടും തകർക്കാൻ ലക്ഷ്യമിട്ട് നീങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അല്ലെങ്കിൽ ഇന്ന് ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം
തന്ത്രപരമായിട്ടുള്ള ഒരു പിന്മാറ്റത്തിന് വഴിയൊരുക്കേണ്ടി വന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അമ്പേ ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു. ഈ യുദ്ധം അനാവശ്യമാണെന്ന് ട്രംപിന് പോലും തോന്നിയിരിക്കുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക പ്രയോഗിച്ച സാമ്പത്തിക ആയുധം ഒടുവിൽ അമേരിക്കയുടെ തന്നെ ആഭ്യന്തര വിപണിയെയും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. ഈ ഒരു വലിയ നയതന്ത്ര യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ജലപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഗണ്യമായിട്ടുള്ള ഒരു ഭാഗം കടന്നു പോകുന്നത് ഈ ഒരു പാതയ്ക്ക് മേലാണ്. ഈ പാത ഇറാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആഗോള ഇന്ധന വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. അമേരിക്കയിൽ നിർണായകമായ ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആഭ്യന്തരമായിട്ട് ജനരോഷമുയർത്തുന്ന ഇന്ധനവില വൻ വർധനവ് അല്ലെങ്കിൽ ട്രംപിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായിട്ടും തടയുക എന്ന തങ്ങളുടെ പരസ്യമായിട്ടുള്ള ലക്ഷ്യം താൽക്കാലികമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ട്രംപ് ഭരണകൂടം ഒരു രഹസ്യ ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു നിർബന്ധിത പിന്മാറ്റ ശ്രമങ്ങൾക്ക് മുമ്പിൽ ഇറാൻ ഉയർത്തുന്ന നിബന്ധനകൾ ചർച്ചകളെ പൂർണ്ണമായിട്ടും ത്രിശങ്കുവിലാക്കിയിരിക്കുകയാണ്. ഇറാന്റെ കടുത്ത ആവശ്യങ്ങൾ അമേരിക്കയ്ക്ക് അത്ര എളുപ്പം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് അത് ചെയ്തേ മതിയാകും. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടാതെയും അതേസമയം യുദ്ധത്തിന്റെ കനത്ത സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും എങ്ങനെ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന വലിയ ഒരു നയതന്ത്ര പരീക്ഷണത്തിലാണ് ഇപ്പോൾ ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ ഇനി ഒരു തീരുമാനം മാത്രമേ ട്രംപിന് എടുക്കാൻ കഴിയൂ. ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഈ പറയുന്ന ഇറാന്റെ നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിതരണ പാതയായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്ക് ആഗോളതലത്തിൽ വിപണിയിലെത്തുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഈ ഒരു ഇറാൻ തീരത്ത് ഇടുങ്ങിയ ജലപാത ഇറാന്റെ ഒരു വജ്രായുധം തന്നെയാണ്. അതായത് ഈ യുദ്ധം തുടങ്ങി ഫെബ്രുവരി 28-ന് എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞ യുദ്ധം ഇറാന് എതിരെ വേണ്ടിയിട്ട് ഇസ്രയേലും അമേരിക്കയും തുടങ്ങുന്നു. അവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നു, പരമോന്നത നേതാവിനെ കൊല്ലുന്നു. ആ ഒരു നീക്കത്തിൽ അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്ന് ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാമെന്ന ലക്ഷ്യത്തോടെ പോയപ്പോഴാണ് ഇറാന്റെ തിരിച്ചടി അല്ലെങ്കിൽ പ്രതിരോധം അക്ഷരാർത്ഥത്തിൽ ഇരു രാജ്യങ്ങളെ ലോകത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചത്. അത് പശ്ചിമേഷ്യയിൽ ഇത്രയും വലിയ ശക്തിയുള്ള ഒരു രാജ്യം ഉണ്ടോ എന്ന് പോലും അവർ ആ സമയത്ത് ചിന്തിച്ചിരുന്നു. കാരണം ഈ യുദ്ധം കൊണ്ട് ഇറാനെ തീർക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് അവസാനം ആ രാജ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന അവസ്ഥയാണ്. അതായത് പല രാജ്യങ്ങളും ഇറാനൊപ്പം ചേരുന്നു. യുദ്ധം അതിഗംഭീരമായിട്ട് ഇറാനും അമേരിക്കയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുത്തുവിടുന്നു. അതേപോലെ തന്നെ വലിയ സാമ്പത്തിക നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാകുന്നു. അവസാനം ഈ മരിക്കുന്നതിന് മുമ്പ് ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ ഇറാൻ നിന്നുകൊണ്ട് പോരാടുകയാണ്. ഈ യുദ്ധം നിർത്തുന്നത് ഞങ്ങളാണ്. അങ്ങനെ യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രയേലും ആണെങ്കിൽ പോലും യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞു വന്ന ഈ ഹോർമുസ് കടലിടുക്ക് പാത ഇറാന്റെ ഒരു വജ്രായുധമാണ്. ആ പാതയ്ക്ക് മേലുള്ള ഇറാന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്ന ഒരു ശക്തമായിട്ടുള്ള ആയുധമാണെന്ന് അമേരിക്ക മനസ്സിലാക്കി. ഇനി ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ പരസ്യമായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ ദീർഘകാലം നീണ്ടു നിൽക്കാവുന്ന ഒരു ആണവ കരാറിനായുള്ള കടുത്ത വാശി ഉപേക്ഷിക്കാൻ ട്രംപ് ഇപ്പോൾ തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇത് കാരണമാണ് സൂചിപ്പിക്കുന്നത്. ഇനി കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ട് തുറന്നു കിട്ടുക എന്നതിനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. പ്രമുഖ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരുമായിട്ട് അടച്ചിട്ട മുറിയിൽ രഹസ്യ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. പുതിയ ഒരു ആണവ കരാർ ഇല്ലാതെ തന്നെ തനിക്ക് ഈ വിഷയം അവസാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ട്രംപ് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയതായിട്ടാണ് സൂചന. അമേരിക്കയിൽ ഏതാനും മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന ഈ നിർണായകമായിട്ടുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പാണ് ശരിക്കും ട്രംപിനെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം കാരണം US-ൽ ഇന്ധനവില വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന ജനരോഷം ട്രംപിന്റെ പാർട്ടിയുടെ വിജയ സാധ്യതകളെ ബാധിക്കുമെന്ന ഭയം ഭരണകൂടത്തിനുണ്ട്. പശ്ചിമേഷ്യയിലെ വലിയൊരു സൈനിക നടപടിയിൽ നിന്ന് തങ്ങൾക്ക് മാന്യമായിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു പശ്ചാത്തലമായിട്ടാണ് ട്രംപ് ഇതിനെ കാണുന്നത്.
എന്തായാലും തങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചു എന്ന് പ്രഖ്യാപിച്ച് നിലവിലെ വെടിനിർത്തൽ നീട്ടുന്നതിനും സൈനിക പിന്മാറ്റത്തിനും പ്രാഥമിക അടിസ്ഥാനമായിട്ട് ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ ട്രംപ് സ്വീകരിച്ചേക്കാം. തങ്ങളെ സാമ്പത്തികമായിട്ട് തകർക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് മുന്നിൽ അത്ര എളുപ്പം വഴങ്ങാൻ ഇറാൻ ഒട്ടും തയ്യാറല്ല. അമേരിക്കയുടെ താൽക്കാലിക പിന്മാറ്റ ശ്രമങ്ങളെ തങ്ങളുടെ നയതന്ത്ര വിജയമായിട്ടാണ് ഇറാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകളിൽ ഉറച്ചു നിൽക്കാനാണ് ഇറാന്റെ തീരുമാനം. അമേരിക്ക മുൻപ് ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ മൂലം തങ്ങൾക്കുണ്ടായ ശതകോടിക്കണക്കിന് ഡോളറിന്റെ വൻ സാമ്പത്തിക നഷ്ടം അമേരിക്ക നികത്തണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ഈ നഷ്ടപരിഹാരം നൽകാതെ ചർച്ചകളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്കയ്ക്ക് അക്ഷരാർത്ഥത്തിൽ ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും, അടിയറവ് പറയേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. അനാവശ്യമായിട്ടുള്ള യുദ്ധമാണ്. അതിപ്പോൾ ട്രംപിനെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ പോകണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. മാത്രമല്ല ഇന്ന് അമേരിക്കയെ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി ഒരു കാലിപ്പെട്ടി പോലെയായി മാറിയിരിക്കുകയാണ് ആ രാജ്യം. അങ്ങനെ മാറ്റിയിരിക്കുകയാണ് ട്രംപ്. അവിടെ താഡ്, പേട്രിയോട്ട് പോലുള്ള അവരുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപരോധ സാമഗ്രികൾ എല്ലാം തന്നെ ഒഴിയുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാവുന്നു. അതിന് ഇനി വീണ്ടും അതൊക്കെ കൊണ്ടുവരണമെങ്കിൽ വലിയ സാമ്പത്തികം വേണം എന്നുള്ള തിരിച്ചറിവ് ട്രംപിനും അവിടുത്തെ ഭരണകൂടത്തിനും വരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ അവർ ഒരു പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. ഈ പരാജയം കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ എന്തിനു സജ്ജം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു യുദ്ധമുഖത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ നിലപാടുകളിൽ ഇറാന് യാതൊരു മാറ്റവുമില്ല. ഇറാൻ സ്വീകരിക്കുന്ന കാര്യങ്ങളും അങ്ങനെയാണ്. പറഞ്ഞാൽ പറഞ്ഞ വാക്ക് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് ഈ രാജ്യത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ട്രംപ് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്.